വിശ്വസ്ത മക്കൾ. അന്തോണീസ് പുണ്യവാന് സ്തുതി. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അന്തോണീസ് പുണ്യവാന്റെ സഹായം ഞങ്ങൾ അനുഭവിച്ചു. എന്റെ ഭർത്താവിന് വിദേശത്തൊരു നൊവേനയിലും ആരാധനയിലും സംബന്ധിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരു ചൊവ്വാഴ്ച നൊവേന കഴിഞ്ഞ് വീട്ടിൽ തന്നെ വിശുദ്ധ ദിനം തന്നെ സൈപ്രസിലേക്ക് പോകുവാൻ സാധിച്ചു. അന്തോണീസ് പുണ്യവാന്റെ സഹായം. അന്തോണീസ് പുണ്യവാന സ്തുതി. എന്റെ പാപ്പന്റെ മകൾക്ക് പനി വന്ന് ഇൻഫെക്ഷനായി തലച്ചോറിനെ ബാധിച്ചു. തൃശൂർ ജൂബിലി ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു. ട്രീറ്റ്മെന്റിനോട് 2 ദിവസത്തിലെ അത്ഭുതങ്ങളെ കുറിച്ച് അറിഞ്ഞത്. ഞാൻ അപ്പോൾ തന്നെ 3 ചൊവ്വാഴ്ചകളിൽ അടുപ്പിച്ച് പുണ്യവാന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാമെന്ന് നേർന്നുവാൻ തുടങ്ങി. ട്രീറ്റ്മെന്റ് 2 ആഴ്ച പിന്നിട്ടിട്ടും മകൾ സംസാരിക്കുന്നുണ്ടായില്ല. 3ാമത്തെ ചൊവ്വാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും പുണ്യവാന്റെ പരിശുദ്ധ ജലം അന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. തിരിച്ചു വരുവാൻ സാധ്യതയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ ഒരു മകളെ യാതൊരു കുഴപ്പവും കൂടാതെ തിരിച്ച് 2-3 അത്ഭുതങ്ങളാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഓർക്കാം, പുണ്യവാന്റെ തന്നെ സാന്നിധ്യത്തിന്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെയാണ് ചൊവ്വാഴ്ചകളിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഒരു സാക്ഷ്യം നിങ്ങളിൽ നടന്നു. മറ്റൊരു ചൊവ്വാഴ്ച ഉത്സവമെന്നും വീണ്ടും ഒരു ചൊവ്വാഴ്ച പോകുവാനായിട്ട് സാധിച്ചു. എന്തുകൊണ്ട് 1 ദിവസങ്ങളിൽ ആയില്ല. അങ്ങനെയുള്ള പരിസ്ഥിതികളിൽ തെറ്റുപാടുകൾ